अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चना गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ। ഹരേ കൃഷ്ണ, എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം മുതലാണ്. ശ്ലോകം വായിക്കാം. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. വിവർത്തനം ദയവായി ഏറ്റുചൊല്ലുക. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഭാവാർത്ഥം: ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആത്മീയ ഘടന കൊണ്ട് തന്നെ ജീവാത്മാവ് അവധ്യനാണ്. കൊന്നതായി കരുതുന്നതോ ശരീരം മാത്രമാണ്. ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ് അല്ലേ. ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്? ആത്മാവിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ കുറേ ശ്ലോകങ്ങളിലൂടെ കടന്നുപോയി. ഏകദേശം ഒരു 4-5 ശ്ലോകങ്ങൾ ഇതിനിടം കഴിഞ്ഞു ആത്മാവിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട്. ഇനിയും ഉണ്ട് സവിശേഷതകളെ കുറിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ. അപ്പോൾ ഈ ശ്ലോകങ്ങളിലെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ആത്മാവിൻ്റെ സവിശേഷതകളാണ്. ആത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്ന് കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് മരിക്കുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിന് മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താണ്? ഈ ഭൗതിക ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, നാശമില്ലാത്തവനാണ്, അപരിമേയനാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അതുപോലെ ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ സത്തയ്ക്ക് നാശമില്ല. ഈ അനശ്വരനായിട്ടുള്ള ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് അതിന് മുൻപത്തെ 17ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ആത്മാവിൻ്റെ സവിശേഷതകൾ. ആത്മാവിനെ ഇനി മുന്നോട്ടുള്ള ശ്ലോകങ്ങളിലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ആത്മാവിന് അത്രയും പ്രാധാന്യം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ നല്ല ഗ്രാഹ്യം വരണം ആത്മാവിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഭഗവാൻ ഇങ്ങനെ വീണ്ടും 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 ആവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നാം അല്ലേ, ഒരേ കാര്യം തന്നെ എന്തിനാണ് ഇതിന് മാത്രം ശ്ലോകങ്ങളിൽ പറയുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. നമുക്കൊരു ആവർത്തന വിരസത അനുഭവപ്പെടാം. പക്ഷെ ആ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇതേക്കുറിച്ചിട്ട് വിശദമാക്കുന്നത്. കാരണം ഈ ഒരു ജ്ഞാനം
നന്നായി നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ മാത്രമേ നാം ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് ഈ 2ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ ഇതേക്കുറിച്ചിട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്ഞാനം, ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ് എന്നുള്ള ആ ജ്ഞാനം നമുക്ക് വളരെ ശക്തിയായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര വളരെ സുഗമമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, ജീവനുള്ള ശരീരത്തിലെ മാരകായുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവിന് ഒരിക്കലും നാശമില്ല എന്ന് പറയാണ്. കാരണം ഭൗതികമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്, അല്ലെ? ഇതിന് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, മുടിനാരിഴയുടെ അറ്റത്തിന്റെ 10,000-ൽ ഒരു അംശമാണ് ആത്മാവിന്റെ വലിപ്പം എന്ന് പറഞ്ഞു. അപ്പൊ അത് മൈക്രോസ്കോപ്പിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ചെറുതാണ് ആത്മാവ്. അപ്പോൾ ആ ആത്മാവിനെ, ശരീരത്തിന് മുറിവേറ്റാൽ പോലും ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രയ്ക്കും സൂക്ഷ്മമാണ് ആത്മാവ് എന്ന് പറയാണ്. പക്ഷെ അത്രയും സൂക്ഷ്മമാണ് അല്ലെങ്കിൽ അത്രയും ചെറുതാണ് എന്ന് കരുതി അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്, അല്ലേ? ഒരു നീലത്തിമിംഗലത്തിന്റെ ശരീരത്തിലും അല്ലെങ്കിൽ ഒരു ആനയുടെ ശരീരത്തിലും ഒരു ഉറുമ്പിന്റെ ശരീരത്തിലും ഒരു കൃമിയുടെ ശരീരത്തിലും ഇരിക്കുന്നത് ഇതേ ആത്മാവ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ആത്മാവിന്റെ വ്യാപ്തിയെ കുറിച്ചിട്ട് നാം ബോധവാന്മാരാകണം, അല്ലെങ്കിൽ അതിന്റെ കഴിവിനെ കുറിച്ചിട്ട് നാം ബോധവാന്മാരാകണം. അപ്പോൾ ആ അതിസൂക്ഷ്മമായിട്ടുള്ള ആ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ മൃതശരീരമായി, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറുകയാണ്. ഒരു 5-6 മണിക്കൂറുകൾ കൂടുതൽ വന്നാൽ നമ്മുടെ ശരീരം ചിലപ്പോൾ സൂക്ഷിച്ചു വെച്ചേക്കാം. അത് കഴിയുമ്പോൾ നമ്മളെ നശിപ്പിക്കും, നമ്മുടെ ശരീരം നശിപ്പിക്കും. പക്ഷെ ആത്മാവ് അപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പൊ അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ശരീരം കൊല്ലുന്നതോ കൊല്ലപ്പെടുന്നതോ ആയ കാര്യങ്ങളൊന്നും തന്നെ ആത്മാവിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതേ അല്ല. കാരണം ആത്മാവ് ശാശ്വതനാണ്, അപരിമേയനാണ് എന്നൊക്കെ ഭഗവാൻ ഇതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശാശ്വതനായിട്ട് നിൽക്കുന്ന ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഇതിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത് അനാദികാലം മുതലേ നിലനിൽക്കുന്ന ഒന്നാണ് ആത്മാവിന്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ആത്മാവിന്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവാത്മാവിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ അണുമാത്രമായിട്ടുള്ള ആത്മാവ്, അല്ലെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ മൃതശരീരമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ നശിപ്പിക്കുന്നത് ആ ശരീരം മാത്രമാണ്. ആത്മാവിനെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ജീവാത്മാവ് കൊല്ലപ്പെടുന്നുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല എന്ന് പറയാണ്. അതായത് ആത്മാവും ശരീരം നശിക്കുന്നതിനോടൊപ്പം നശിക്കുന്നു എന്ന് കരുതുന്നവൻ വിഡ്ഢിയാണ് എന്ന് ഭഗവാൻ പറയാണ് ഇവിടെ. കാരണം ആത്മാവിന്റെ സവിശേഷതകൾ നാം മനസ്സിലാക്കണം. ആത്മാവ് ശാശ്വതമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഭഗവാന് ഉള്ള കഴിവുകളുടെ വളരെ ചെറിയൊരു അംശം നമുക്കുമുണ്ട്, അല്ലെ? ഭഗവാൻ എന്താണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും ആ സച്ചിദാനന്ദ സ്വരൂപമുണ്ട്. പക്ഷെ വളരെ മൈന്യൂട്ട് അവസ്ഥയിലാണ് എന്ന് മാത്രം. നമ്മൾ പറയാറില്ലേ, കടലിലെ വെള്ളം ഒരു കപ്പിൽ കോരി എടുത്തിട്ടുണ്ടെങ്കിൽ കടലിൽ പരന്നു കിടക്കുന്ന വെള്ളത്തിന്റെ അതേ ഗുണങ്ങൾ ആ കപ്പിലെ വെള്ളത്തിനും കാണാൻ സാധിക്കും, അല്ലെ? അതിലെ ലവണങ്ങളും ഉപ്പ് രസവും എല്ലാം ഒരേപോലെ ആയിരിക്കും. അതുപോലെയാണ് നമ്മളും ഭഗവാനും. ഇപ്പോൾ ഭഗവാൻ ആ പരന്നു കിടക്കുന്ന കടലിന് സമമാണ്, നമ്മൾ ആ ചെറിയ കപ്പിലെ വെള്ളത്തിന് സമമാണ്. അതാണ് വ്യത്യാസം. അത് ചെറിയൊരു വ്യത്യാസമല്ല, അത് വളരെ വലിയൊരു വ്യത്യാസമാണ്. അത് നാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ പലരും ഭഗവത്ഗീത വീട്ടിൽ വെക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ഇത് ഉപദേശിച്ചത്, അല്ലെ? അപ്പൊ ഭഗവത്ഗീത വീട്ടിൽ വെച്ചാൽ യുദ്ധം നടക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഭഗവത്ഗീത ഒരിക്കലും യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനോ ഹിംസ ചെയ്യാനോ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല. അപ്പോൾ അർജുനൻ എന്തുകൊണ്ടാണ് ഇവിടെ ഹിംസ ചെയ്യാൻ വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ധർമ്മം വിജയിക്കാൻ വേണ്ടിയിട്ട്, ധർമ്മം നിലനിൽക്കാൻ വേണ്ടി ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ അനുസരിക്കുന്നത് കൊണ്ടാണ് അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നത്. ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഭഗവാൻ നടത്തിയിട്ടുണ്ട്. ദൂത് വരെ ഭഗവാൻ പോയി, അല്ലേ? ഭഗവാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ ദൂത് പോകേണ്ടത്? അവിടെയൊക്കെ ഭഗവാൻ ദൂത് പോയി. ദുര്യോധനനോട് പറഞ്ഞു, അല്ലേ? പാണ്ഡവർക്ക് 5 ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു.
പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു 5 വീട് കൊടുക്കാൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സമ്മതിക്കാതെ വരുമ്പോൾ ആയതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധത്തിലേക്ക് വന്നത്. അപ്പോൾ പ്രഭുപാദ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ, കൃഷിയിടത്തിലെ അനാവശ്യമായ കളകളെ നാം എപ്രകാരമാണോ പിഴുതു കളയുന്നത്, അതുപോലെ ഭൂമിയില് അനാവശ്യമായിട്ടുള്ള കളകളെ പോലെ വളർന്നു നിൽക്കുന്ന ദുര്യോധനാദികളെ ഒരുമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരുക്ഷേത്ര യുദ്ധം ഭഗവാൻ അറേഞ്ച് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല ഭഗവത്ഗീത. അപ്പോൾ ഇവിടെ ഒന്നിനെയും ഹിംസിക്കരുത് എന്ന വേദോക്തി പ്രഭുപാദ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. മാ ഹിംസ്യാത് സർവഭൂതാനി, ഒന്നിനെയും കൊല്ലുവാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ ഒരിക്കലും ജന്തു ഹിംസയോ അല്ലെങ്കിൽ ഒരു ഹിംസയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഭഗവത്ഗീത പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആധികാരികമല്ലാത്ത രീതിയിൽ ഏതൊരു ജീവിയെയും നാം ഹിംസിക്കുന്നത് എന്താണ്, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഭഗവത്ഗീത നീതി അനുസരിച്ചിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ നീതി അനുസരിച്ചും അതൊക്കെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ അല്ലേ, പട്ടാളക്കാരൻ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അയാള് ശത്രു സൈന്യത്തിലെ ഒരുപാട് ആളുകളെ വധിച്ചേക്കാം ആ യുദ്ധത്തില്. അതിന് അയാൾക്ക് ചിലപ്പോൾ പരംവീര ചക്രമോ അല്ലെങ്കിൽ പല ബഹുമതികളോ അയാൾക്ക് ലഭിച്ചേക്കാം. പക്ഷെ അതേ പട്ടാളക്കാരൻ ഒരു മാസത്തെ അവധിക്ക് വീട്ടിൽ വരികയും തൊട്ട അയൽപക്കത്തെ ആളുമായിട്ട് ഒരു വഴക്കില് ഏർപ്പെടുകയും അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ആ പട്ടാളക്കാരൻ അല്ലെ ആ രാജ്യത്തെ നിയമത്തിന് അനുസൃതമായിട്ട് ജയിലിൽ പോവേണ്ടി വരും. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ് അല്ലെ, യുദ്ധമുഖത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊന്നപ്പോൾ എനിക്ക് പരംവീര ചക്രം ലഭിച്ചു, ഈ ഒരു അയൽക്കാരനെ കൊന്നപ്പോൾ എന്തിനാണ് എനിക്ക് ജയിൽ ശിക്ഷ? അപ്പോൾ യുദ്ധം ചെയ്യുന്നത് എന്താണ്? രാജ്യനീതിക്ക് അനുസരിച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. അത് അവിടെ അനുശാസിക്കുന്ന കാര്യമാണ്, അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അയൽക്കാരനോടുള്ള കലഹം എന്ന് പറയുന്നത് ഒരു ആവശ്യമില്ലാത്ത സംഗതിയാണ്. അതിന് തീർച്ചയായിട്ടും ശിക്ഷ വരും. അതേക്കുറിച്ചിട്ടാണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്. ഭഗവത് നീതി അനുസരിച്ചിട്ടും രാഷ്ട്രീയ നീതി അനുസരിച്ചിട്ടും നാം ഇനി ഒരു ജീവാത്മാവിനെ കൊല്ലുക എന്ന് പറയുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അർജുനൻ ഇവിടെ യുദ്ധത്തിനായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പൊ അർജുനൻ വന്നിരിക്കുന്നത് ഭഗവാന്റെ നീതിക്ക് അനുസരിച്ചിട്ടാണ്, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് പട്ടാളക്കാരൻ അവധിക്ക് വരുന്നതും അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ പട്ടാളക്കാരൻ യുദ്ധരംഗത്ത് ആരെയെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ നീതി അനുസരിച്ചിട്ടാണ്. അത് ഒരിക്കലും അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കില്ല. മറിച്ച് അയാൾ അയൽപക്കക്കാരനെ കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന് അയാൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും. അപ്പൊ ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യാൻ വന്നത് ഒരിക്കലും തന്നെ ഇഷ്ടപ്രകാരമല്ല, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അർജുനൻ വന്നത്. അപ്പോൾ ഒരു പട്ടാളക്കാരന് വേണമെങ്കിൽ യുദ്ധസമയത്ത് ആരെ വേണമെങ്കിലും വധിക്കാം, അതിനുള്ള അധികാരം അയാളിൽ ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും അയാൾക്ക് ദുർവിനിയോഗം ചെയ്യാനും സാധിക്കില്ല. ഇപ്പോൾ ഭഗവത്ഗീത ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകം അല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പോൾ ഒരു രാജ്യം നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഒരു ജയിലും ഉണ്ടാകും അല്ലെ. ഒരു ജയിലില്ലാതെ ഒരിക്കലും ഒരു രാജ്യം മാത്രമായിട്ട് ഒരിക്കലും സൃഷ്ടിക്കില്ല. കാരണം അതില് ആ രാജ്യത്ത് നേർവഴിക്ക് നടത്തേണ്ടുന്ന അല്ലെങ്കിൽ ശിക്ഷകളിലൂടെ പരിവർത്തനം വരുത്തേണ്ട ആളുകള് ഒരുപാടുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജയിലും കൂടി ആ രാജ്യത്തെ ഭരണാധികാരി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നാം പെരുമാറിയാൽ അത് ധർമ്മമാണ്. കാരണം ഭഗവാനാണ് ധർമ്മം എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം, ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. ഇപ്പൊ ഭഗവാൻ ആരെയെങ്കിലും വധിക്കാൻ പറഞ്ഞാൽ അത് ധർമ്മത്തിനനുസരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ അത് നാം മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഈ അർജുനനെ അതിന് തയ്യാറാക്കാനാണ് ഭഗവാൻ ഈ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഒക്കെ സവിശേഷതകൾ അർജുനനെ മനസ്സിലാക്കിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 20.
ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. വിവർത്തനം: ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അതുണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ ആത്മാവിന് മരണമില്ല. അപ്പോൾ ഇവിടെ വളരെ വലിയൊരു ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും പറയുന്നത് ആത്മാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരേ കാര്യം തന്നെ പല തവണ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം അല്ലേ. ഒരു കാര്യം തന്നെ കുറെ നേരമായിട്ട് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ടും കുറെ ശ്ലോകങ്ങളിൽ ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ശാസ്ത്രങ്ങളിൽ ഒരേ കാര്യം ഒന്നിൽ തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ പരമമായിട്ടുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ നാം ഭഗവത്ഗീത പഠിക്കുവാനായിട്ടുള്ള യോഗ്യത കൈവരിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിസ്തൃതമായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്രയും ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഇതിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരീരം താൽക്കാലികമാണ്, ആത്മാവ് ശാശ്വതമാണ് എന്ന വസ്തുത നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. ഭഗവാന്റെ അംശമാണ് നമ്മുടെ ആത്മാവ് എന്ന് നാം മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നാം എപ്പോഴും ഈ ശരീരത്തിന്റെ ഒരു ചിന്തയില് അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഉയർത്തുവാൻ, ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഭഗവാൻ ഇത്രയും വിസ്തരിച്ചിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് നമുക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും യാതനകളും തരാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള സന്തോഷമോ സുഖമോ ഒന്നും തന്നെ നാം പ്രതീക്ഷിക്കരുത്. കിട്ടില്ല. അത് കിട്ടിയെങ്കിൽ തന്നെ അത് വളരെ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിന് തൊട്ട് പിന്നാലെ നമുക്ക് അടുത്ത ഒരു ദുഃഖം ഈ ശരീരം തരും. കാരണം ഈ ശരീരത്തിൽ നിന്ന് ദുഃഖങ്ങളും വേദനകളും യാതനകളും ലഭിച്ചാൽ മാത്രമേ നമ്മൾ ഇതില്ലാത്തൊരവസ്ഥയെ കുറിച്ചിട്ട് ആലോചിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകവും ഈ ഭൗതിക ശരീരവും ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഈ ഭൗതിക ലോകം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നു അശാശ്വതമാണ് അല്ലെ. ദുഃഖാലയം അശാശ്വതം എന്നാ പറയാ. ഇവിടെ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ദുഃഖാലയം എന്നാൽ എന്താണ്? ദുഃഖങ്ങളുടെ ആലയം അല്ലെ. ഹിമാലയം നമ്മൾ പറയും മഞ്ഞിന്റെ ആലയമാണ് ഹിമാലയം. പുസ്തകാലയം പുസ്തകത്തിന്റെ ആലയം. ആലയം എന്ന് വെച്ചാൽ വീട് അല്ലെ. പുസ്തകങ്ങളുടെ വീട് പുസ്തകാലയം. അതുപോലെ ദുഃഖങ്ങളുടെ ആലയമാണ് ഈ ശരീരം അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ സുഖം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് അവസ്ഥയിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളോ ആ സുഖത്തിന് പിന്നാലെ ഇങ്ങനെ തേടി തേടി നമ്മൾ നടക്കുകയാണ്. അപ്പൊ ഈ ഭൗതിക ലോകവും ഈ ശരീരവും ഈ ഭൗതിക ശരീരവും നമുക്ക് തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാതനകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി അതിന്റെ വ്യാപ്തി അറിഞ്ഞ് നമ്മൾ ചിന്തിക്കണം. ഇതിനപ്പുറത്ത് അല്ലെ സുഖവും ദുഃഖവും മാത്രമുള്ള ഒരു സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ സുഖം മാത്രം തരുന്ന ഒരു ശരീരമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ശരീരം അല്ലെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശരീരം ശരിയായി ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടെയും സുഖമായിട്ട് ഈ ഭൗതിക ലോകത്തിലും സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയാൻ സാധിക്കും. അപ്പോൾ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെ, ഈ ഭൗതിക ശരീരത്തെ അല്ലെ, അപ്പോഴും ഭൗതിക ശരീരം തന്നെയാണ്, പക്ഷെ ഈ യാതനകളും വേദനകളും തരുന്ന ശരീരത്തെ നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വേദനകളും യാതനകളും ഉണ്ടെങ്കിലും നമുക്ക് അതിനെയൊക്കെ വേഗത്തിൽ താണ്ടാൻ സാധിക്കും. നമുക്കതൊക്കെ പെട്ടെന്ന് തന്നെ സഹിക്കാൻ സാധിക്കും. ഈ ശരീരം ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കാനായിട്ട്, വളരെ ലാഘവത്തോടെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഭൗതിക ലോകത്തില് ഈ ഭൗതിക ശരീരം കൊണ്ടിരുന്നു കൊണ്ട് നാം അതാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മുടെ ശരീരത്തെ പ്രയോജനപ്പെടുത്തുക. അതിന് ഉദാഹരണമായിട്ട് ശ്രീമദ് ഭാഗവതം പറയുന്നത് അംബരീഷ മഹാരാജാവിന്റെ ഉദാഹരണമാണ് അല്ലെ. അദ്ദേഹം എന്താ ചെയ്തത്? തൻ്റെ ഓരോ അവയവങ്ങളും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്.
സവൈ മനകൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിര മാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സത്കഥോദയ എന്ന് പറയാ. ഭഗവാന്റെ വാക്കുകൾ അല്ലെങ്കിൽ കഥകൾ കേൾക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കാതുകളെ ഉപയോഗിച്ചു. ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കാൻ കൈകളെ ഉപയോഗിച്ചു. വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, തൻ്റെ നാവുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കാൻ ഉപയോഗിച്ചു. സവൈ മന കൃഷ്ണ പദാരവിന്ദയോർ, അദ്ദേഹം തൻ്റെ മനസ്സും ശരീരവും എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അംബരീഷ മഹാരാജാവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ശരീരം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് കുണ്ഠങ്ങളില്ലാത്ത വൈകുണ്ഠ ലോകങ്ങളിലേക്ക് നമുക്ക് യാത്രയാവാനായിട്ട് സാധിക്കും. അവിടെ എത്തിയാൽ പിന്നെ എന്താണ്, ജരാനരകളില്ല അല്ലേ, ഇതുപോലെ അസുഖങ്ങളും കാര്യങ്ങളും ചെസ്റ്റ് കൺജഷനും ഒന്നും അവിടെ ഇല്ല, ചുമയില്ല, ഒന്നുമില്ല, ആശുപത്രിയിൽ ഇരിക്കേണ്ട ആവശ്യം വരില്ല. അവിടെ വൈകുണ്ഠ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല, കൊറോണ ഇല്ല, മഹാമാരി ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവിടെ എപ്പോഴും നമുക്ക് സന്തോഷമാണ്, സമാധാനമാണ്. ഭഗവാന്റെ കൂടെ നമുക്ക് സുന്ദരമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ വേദനകളും യാതനകളും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയർത്തുവാൻ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വിശദീകരിച്ച് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ആത്മാവിന് ഒരിക്കലും ശരീരത്തിനെ പോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ അല്ലെങ്കിൽ സ്ഥിരനായിട്ട് നിൽക്കുന്ന ഒന്നാണ് അല്ലെ. അതിന് ശരീരത്തിന് സംഭവിക്കുന്നത് പോലെ ജരാനരകൾ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ 6 വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് ഈ ശരീരം വിധേയമാകുന്നില്ല. ഇവിടെ പ്രഭാത പറയുന്നുണ്ട് അല്ലെ, അമ്മയുടെ ഉദരത്തിൽ ജന്മം എടുക്കുന്നു, കുറച്ച് ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു അല്ലെ, പ്രത്യുൽപാദനം നടത്തുന്നു, പിന്നെ ക്ഷയിക്കുന്നു, കാലയവനികയ്ക്കുള്ളിൽ മറയുന്നു. അപ്പൊ ഈ 6 കാര്യങ്ങൾ ശരീരത്തിന് മാത്രമുള്ളതാണ്. അപ്പൊ ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയാണ്. കാരണം എന്താണ്? ആത്മാവ് ജനിക്കുന്നില്ല അല്ലെ, ആത്മാവ് അനാദികാലം മുതലേ നിലനിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഈ ആത്മാവ് ഇപ്പോ നമുക്ക് കിട്ടിയതല്ല. ഇതിനു മുൻപും നമ്മൾ ഒരുപാട് ശരീരങ്ങളെ ഇതേ ആത്മാവിനോടൊപ്പം സഞ്ചരിച്ചതാണ്. പക്ഷെ നമുക്കതൊന്നും ഓർമ്മയില്ല. ഭഗവാൻ അതെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ആത്മാവിന് ജനന മരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ ശരീരമാണ് ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും മാറ്റങ്ങൾക്ക് വിധേയമായും പരിണാമ പ്രക്രിയകളിലൂടെ സഞ്ചരിക്കുന്നത്. കാരണം ആത്മാവിന് ഒരിക്കലും ഭൂതം ഭാവി വർത്തമാനമില്ല, അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. ശരീരത്തിനാണ് ഭൂതവും, നമുക്ക് അല്ലെ ഭൂതകാലത്തെ കുറിച്ച്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് നമ്മളിങ്ങനെ ആദ്യ പിടിക്കും. അന്ന് അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് അത് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യ പിടിക്കും. വരാനുള്ള കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് ഉത്കണ്ഠയാണ് അല്ലേ. അത് അങ്ങനെ അന്ന് അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സമയം വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ഉത്കണ്ഠ പിടിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം. കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മളിങ്ങനെ എന്താ പറയാ, നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് നമുക്കിങ്ങനെ റിഗ്രറ്റ് വരും. വരാനുള്ളതിനെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠ, ആദി, ഇതൊക്കെയാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവിന് ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും തന്നെ ഇല്ല. കാരണം ശാശ്വതനാണ് ആത്മാവ് അല്ലെ, എന്നും നിലനിൽക്കുന്നതാണ്. അതിനൊരിക്കലും ആത്മാവ് ജനിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് മരണവുമില്ല. ശരീരം എന്ന് പറയുന്നത് ജനിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ടുള്ള ഭാവാർത്ഥങ്ങൾ ശ്രീല പ്രഭുപാദ നൽകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് ഭഗവത്ഗീതയില് പ്രഭുപാദ വളരെ വലിയ ഭാവാർത്ഥം നൽകും. ഒരുപാട് ശാസ്ത്രങ്ങളുടെ കോട്ടിങ്സ് കൊണ്ടുവരും. ആ ശാസ്ത്രം ഇവിടെ ഈ ഉപനിഷത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പ്രഭുപാദ നമുക്ക് വലിയ ഭാവാർത്ഥം നൽകും. എന്തിനാണത്? അത്രയുമെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ ഒരു വിഷയത്തെ അത്രയും ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഭാഗവത്തിൽ നോക്കിയാലോ, ഭഗവാന്റെ സുപ്രീമസി നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ, ഭഗവാന്റെ ആ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു
സംഗതി നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ പ്രഭുപാദ വളരെ വലിയ ഭാവാർത്ഥങ്ങൾ ഉപയോഗിക്കും. അത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ വലുതായിട്ട് പറഞ്ഞു തരും. എന്നാലെങ്കിലും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്നാണ് പ്രഭുപാദ വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരേ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിലെ ഹൃദയത്തിൽ പതിഞ്ഞ് നമുക്ക് ബോധം വരട്ടെ എന്നാണ് പ്രഭുപാദ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഭാവാർത്ഥം വലുത് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വലിയ ഭാവാർത്ഥങ്ങൾ കാണുമ്പോൾ വിചാരിച്ചോളൂ, ഇത് അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് പല ആവർത്തി ആ ഭാവാർത്ഥം വായിച്ചു നോക്കിക്കോളൂ. നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അന്തസത്ത ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന വിഷയങ്ങളുടെ കുറച്ചും കൂടി വലുതായിട്ടുള്ള സംഗതികളാണ് ഭാഗവത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഭാഗവതം എന്ന് പറഞ്ഞാൽ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും വലിയ സംസ്കൃത ശ്ലോകങ്ങൾ തന്നിരിക്കുന്നതൊന്നുമല്ല. ഇവിടെ 700 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വലിയ പതിപ്പാണ് 18,000 ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രയും നമുക്ക് ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ പ്രഭുപാദ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിനും പ്രഭുപാദ വലിയ ഭാവാർത്ഥം തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ കഠോപനിഷത്തിലെ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട് പ്രഭുപാദ 2 സ്ഥലത്ത്. അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ പറയാണ് ആത്മാവിന് അല്ലെ, ഇനിയും പറയാണ് ആത്മാവിന് ഒരിക്കലും വാർദ്ധക്യം ബാധിക്കില്ല. കാരണം ശരീരം മാത്രമാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്, ശരീരം മാത്രമാണ് ജനിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ജരാനരകളോ വാർദ്ധക്യമോ ഒന്നും തന്നെ ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല. ശരീരം ക്ഷയിക്കുന്നത് പോലെ ആത്മാവ് ക്ഷയിക്കുന്നില്ല എന്ന് പറയണം. അതുപോലെ ആത്മാവിന് ഉപോൽപ്പന്നങ്ങളുമില്ല. നമ്മുടെ ശരീരത്തിനാണ് ഉപോൽപ്പന്നങ്ങൾ അല്ലേ. ഇന്നയാളുടെ മകനാണ് ഇത് എന്ന് പറയുന്നത് ആ ശരീരത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അപ്പൊ അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള പരിണാമങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ള ഒന്നാണ് എന്നിവിടെ പ്രഭുപാദ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് കഠോപനിഷത്തിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു ന ജായതേ മ്രിയതേ വാ, ഇതിനും അല്ലേ നമ്മൾ പഠിച്ചു ഞാൻ ജായതേ മ്രിയതേ വാ കദാചിൻ. ഇവിടെ ഒരേ ഒരു വാക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വിഭശ്ചിത് എന്ന് പറയുന്ന ആ വാക്കിന് മാത്രം വ്യത്യാസം തന്നുകൊണ്ടാണ് കഠോപനിഷത്തിലെ ഈ ശ്ലോകം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വിഭശ്ചിത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ളവൻ അല്ലെ. അറിവുള്ളവൻ ഒരിക്കലും ഈ മാറ്റങ്ങളെ കുറിച്ചിട്ട് ബോധവാനായിരിക്കും. ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ ആത്മാവിനുള്ളതല്ല എന്ന് അവൻ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അതുകൊണ്ടാണ് കഠോപനിഷത്തിലെ ഈ ശ്ലോകം പ്രഭുപാദ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെയും പറയാണ് ആത്മാവിനെ കുറിച്ചിട്ട് അല്ലെ. ആത്മാവ് വിജ്ഞാനമയനാണ് എന്ന് പറയുന്നു, സദാ ബോധമുള്ളവനാണ് അല്ലെ. നമുക്ക് ചിലപ്പോഴൊന്നും നല്ല ബോധം ഉണ്ടാവില്ല, അപ്പോൾ പക്ഷേ ആത്മാവിന് സദാ ബോധമുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് അവബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ ലക്ഷണമാണ് എന്ന് പറയാണ്. അപ്പോൾ ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താനാവില്ലെങ്കിലും അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാണ് അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, ഞാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൃദയേശേ അർജുന തിഷ്ഠതി അല്ലെ, ഞാൻ നിന്റെ ഹൃദയത്തിലാണ് അർജുന സ്ഥിതി ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവ് പറയുന്നു, ആത്മാവിന്റെ സ്ഥലം പറയാണ് അല്ലെ. അത് അവബോധത്തിന്റെ രൂപത്തിൽ ശരീരത്തിൽ ഒന്നാകെ വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെ ആത്മാവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബോധമുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അതായത് ആകാശത്തില് സൂര്യനുണ്ട്, അവിടെ സ്ഥിരമായിട്ട് സൂര്യനുണ്ട് അല്ലെ. പക്ഷെ മഴക്കാലത്ത് മഴക്കാറുകൾ വരുമ്പോൾ സൂര്യൻ താൽക്കാലികമായിട്ട് മറഞ്ഞു പോകും എന്ന് കരുതി സൂര്യൻ അവിടെ ഇല്ല എന്ന അർത്ഥമുണ്ടോ? ഒരിക്കലും. സൂര്യൻ അവിടെ തന്നെ ഉണ്ട് അല്ലെ. നമ്മുടെ കണ്ണിന് കുറച്ച് സമയത്തേക്ക് സൂര്യനെ ആ മഴക്കാറുകൾ മറച്ചത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അതുപോലെ സൂര്യപ്രകാശം വരുന്നത് കൊണ്ട് അല്ലെ, സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് രാത്രിയുടെ സമയം കഴിഞ്ഞു, ഇനി പകലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പുലരുന്നതിന് മുൻപ് ആകാശത്തില് വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാ ശരീരവും അതായത് ജീവനുള്ള എല്ലാ ശരീരത്തിലും ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. അത് ആ ആത്മാവ് ആകെ ബാധിച്ചിരിക്കുന്ന ഒരു സത്തയായിട്ടാണ് ഇരിക്കുന്നത്, അവബോധത്തിന്റെ രൂപത്തിലാണ്.
അപ്പൊ അതുകൊണ്ട് ആ ഒരു പിന്നെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ആ ശരീരം നിലനിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ മരിച്ചു കിടക്കുകയാണ് എങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ എന്താണ്, ഞാൻ പോയി അല്ലെ, സുധന്യ പോയി എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ കരയുക അല്ലേ. പക്ഷെ ഞാനവിടെ ഇല്ലേ, ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് എന്നിൽ നിന്ന് പോയത്? എൻ്റെ ആത്മാവാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ആ ആത്മാവിനെയാണ് അവർ സുധന്യയായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ആത്മാവ് ആ ശരീരം ഉപേക്ഷിച്ചു പോയപ്പോൾ ഞാൻ അവിടെ മൃതശരീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിന്റെ സാന്നിധ്യമാണ് എന്നെ അത്രയും കാലം നിലനിർത്തിക്കൊണ്ടിരുന്നത്. ആത്മാവ് പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ ശരീരം ഒന്നിനും കൊള്ളാത്ത ഒരു ജഡമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീവനുള്ള എന്തിനെയെങ്കിലും കണ്ടാൽ ഇതിൽ ആത്മാവുണ്ട്. ആത്മാവ് മാത്രമല്ല, അതിൽ എന്തും കൂടിയുണ്ട്, പരമാത്മാവും കൂടിയുണ്ട്. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ അത്രയും കരുണയാണ് ഭഗവാന് നമ്മളോടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ശരീരത്തെ കുറിച്ചിട്ട് അല്ലേ, എന്താ പറയാ, വളരെ പരിമിതമായിട്ടുള്ള ജ്ഞാനമാണ്. താൻ വിഭുവാണ്, നമ്മൾ അണുവാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ, കഠോപനിഷത്തിന്റെ ഒരു ശ്ലോകത്തിൽ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ട് വളരെ കുറഞ്ഞ ഒരു ജ്ഞാനമാണ് ഉള്ളത് അല്ലേ. നമ്മുടെ ശരീരത്തിലേക്ക് നാം ഈ മൂക്കിലൂടെ ശ്വസിക്കുന്ന വായു എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല. അതുപോലെ നാം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ദഹിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ അത് എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടുമുള്ള അറിവില്ല. ആഹാരം കഴിക്കുന്നു, ദഹിക്കുന്നു, ദഹിച്ചില്ലെങ്കിൽ അത് പുറത്തു കളയാനായിട്ട് ശരീരം പല വിധത്തിലുള്ള രീതികൾ അല്ലെ, ഛർദിലായിട്ടോ അല്ലെങ്കിൽ വയറിളക്കമായിട്ടോ ഒക്കെ സ്വീകരിക്കും. ഇതൊക്കെയേ നമുക്ക് അറിവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ചിട്ട് പോലും പൂർണ്ണമായിട്ടുള്ള ബോധമില്ലാത്ത ആളുകളാണ് നമ്മൾ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് പരമാത്മാവായിട്ടിരിക്കുന്ന എല്ലാ ശരീരങ്ങളെ കുറിച്ചിട്ടും ഭഗവാൻ ബോധവാനാണ്. അതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ആത്മാവും പരമാത്മാവും ഉണ്ട്. അപ്പോൾ ആ ശരീരങ്ങളെ എല്ലാം കുറിച്ച് ഭഗവാന് നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് പരിമിതമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മുടെ ഈ അറിവ് വെച്ചിട്ട്, നമ്മുടെ ഈ അറിവ് പലപ്പോഴും മറവിക്കും വിധേയമാണ് അല്ലേ. നമ്മൾക്ക് പലതും മറക്കാൻ സാധിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പലതും ഓർത്തു വെച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന പലതും നാം ഓർത്തു വെച്ചാൽ അതിനെ ചൊല്ലി വിലപിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതമെല്ലാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത ഹൃദിജ്ഞാനം അപോഹനം. അപോഹനം എന്ന് വെച്ചാല് മറവി. നിങ്ങളുടെ ഓർമ്മയും മറവിയും ഞാനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് വേണ്ട കാര്യങ്ങള് നമുക്ക് വേണ്ട സമയത്ത് ഓർക്കാനും ആവശ്യമില്ലാത്തത് നമുക്ക് മറന്നു പോവാനും സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മറവി തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ജീവാത്മാവിന്റെ ഈ ബോധം എന്ന് പറയുന്നത് സർവോത്തമ ബോധത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രമേ അറിവുള്ളൂ. ഭഗവാന് എല്ലാ ശരീരങ്ങളെ കുറിച്ചിട്ടും അറിവുണ്ട്. അപ്പോൾ ഭൂതം ഭാവി വർത്തമാനങ്ങളെ കുറിച്ചിട്ട് സർവ്വവിജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ സർവോത്തമ അവബോധം. അതായത് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഭൂതം, കഴിഞ്ഞുപോയതും അല്ലെങ്കിൽ വരാനിരിക്കുന്നതുമായ എല്ലാറ്റിനെയും കുറിച്ചിട്ട് ഭഗവാന് നല്ല നിശ്ചയമുണ്ട്. അതാണ് സർവോത്തമ അവബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവബോധം മറവിക്ക് വിധേയമാണ് അല്ലെ. അബോഹനം, മറവി, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പക്ഷേ എന്താണ് പ്രശ്നം, നമ്മൾ മറന്നു പോകുന്ന കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായ നമ്മുടെ മൂലസ്വരൂപം മറന്നു പോവാണ് അല്ലെ. എന്താണ് നമ്മുടെ മൂലസ്വരൂപം? നാം ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മള് അല്ലെ, ഭഗവാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണതയെ സേവിക്കുന്നതാണ് അംശത്തിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ കർത്തവ്യം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ പലതും മറക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൂടി നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ മൂലസ്വരൂപം ഭഗവാന്റെ സേവനമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ആ ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മുടെ ഈ ശരീരത്തിനെ നമുക്ക് ഏർപ്പെടുത്താൻ സാധിക്കണം. അത്
വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിട്ട് അതിനെ മൂലസ്വരൂപത്തിനെ സേവനത്തിൽ നമ്മൾ ഉപയോഗിക്കണം, ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മുടെ ഈ ശരീരത്തിനെ ഉപയോഗിക്കണം എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ഈ ഉപദേശങ്ങളുടെ ആദ്യമേ തന്നെ ഈ ആത്മാവിന്റെ വ്യത്യസ്തതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ നമുക്ക് മറവിയുണ്ട് അല്ലേ, പക്ഷെ ഒരിക്കലും ഭഗവാന് മറവിയുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഭഗവാൻ മറവിയുള്ള ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ ഭഗവാന്റെ ഗീതോപദേശങ്ങൾക്കൊന്നും അത്രയ്ക്ക് ശക്തിയില്ല അല്ലെങ്കിൽ സവിശേഷത ഇല്ല എന്ന് ഭഗവാൻ പ്രഭുപാദ ഇവിടെ പറയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മറവിയുണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അവബോധം സർവോത്തമ അവബോധം അല്ലെങ്കിൽ ഭഗവാനും നമ്മളും തമ്മിൽ അല്ലെങ്കിൽ ഭഗവാനും അർജുനനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത് എന്ന് പ്രഭുപാദ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഭാവാർത്ഥത്തില്. അപ്പോൾ നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ അവബോധം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്, ഭഗവാന്റേതോ സർവോത്തമ അവബോധമാണ്. ഇവിടെ അടുത്തൊരു ശ്ലോകത്തിൽ പറയുന്നു അണോരണീയാൻ മഹതോ മഹിയാൻ. കാരണം ഭഗവാൻ എന്താണ്, വിഭുവാണ് എന്ന് പറയാണ്, നമ്മള് അണുവാണ് എന്ന് പറയുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് വളരെ പരിമിതമായ അറിവാണ്, പക്ഷെ ഭഗവാന് എല്ലാ ശരീരങ്ങളെയും കുറിച്ചും അറിയാം. നാം ആ ചെറിയ കപ്പിലെ വെള്ളമാണ്, ഭഗവാൻ ആ പരന്നു കിടക്കുന്ന സമുദ്രമാണ്. അപ്പോൾ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അല്ലേ നമ്മുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അറിവുള്ളൂ. നമ്മുടെ ഈ ശരീരത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ ബന്ധങ്ങളും ഈ ശരീരത്തെ ചുറ്റിപ്പറ്റി മാത്രമുള്ളതാണ് അല്ലേ. നാം ഇന്ന് വളരെ കാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന പല ബന്ധങ്ങളും, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, കൊച്ചുമക്കളാവട്ടെ, വീടാകട്ടെ, സ്വത്താകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ഈ ശരീരത്തെ മാത്രം ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഈ ശരീരം നശിക്കുന്നതോടുകൂടി ഇതെല്ലാം നശിക്കും, നമുക്ക് ഇതൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നാം ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്തില്ല എങ്കിൽ നമ്മുടെ അടുത്ത ശരീരം എന്താകുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല അല്ലേ. അപ്പോൾ ആ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന നമ്മള് ചിലപ്പോൾ പാറ്റയായും പല്ലിയായും പുഴുവായും കൃമിയായും കീടമായും ഒക്കെ മാറും, പട്ടിയാവും പൂച്ചയാവും പലതുമാകും. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോഴും ഒരാൾ നമ്മുടെ കൂടെ വരും അല്ലേ. ആരാണ്? ഭഗവാൻ. പരമാത്മ രൂപത്തിൽ നമ്മുടെ കൂടെ ഭഗവാൻ വരും. ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈവിടില്ല. ഈ നമ്മൾക്ക് ഇപ്പോഴുള്ള ഈ ബന്ധങ്ങളെല്ലാം നമ്മുടെ ഈ ശരീരം അവസാനിക്കുന്നതോടുകൂടി തീർന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലേ കുറെ കാലങ്ങളൊക്കെ നമ്മളെ ഓർത്തു വെക്കും. പിന്നെ നമ്മളും മറവിക്ക് വിധേയമായി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഭഗവാൻ ഒരിക്കലും നമ്മളെ മറക്കില്ല. നമ്മൾ ഏത് ശരീരം സ്വീകരിച്ചാലും അല്ലെ, ഒരു പുഴുവായിട്ട് നമ്മൾ പോയാലും, ഒരാളുടെ കാലിന്റെ അടിയിൽ കിടന്ന് ചവിട്ടി അരയ്ക്കാൻ മാത്രമുള്ള ഒരു ചെറിയൊരു പുഴുവായിട്ട് കീടമായിട്ട് നമ്മൾ മാറിയാലും അവിടെയും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് പരമാത്മ രൂപത്തില്. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈവിടില്ല. ഏതവസ്ഥയിലും ഏത് രൂപത്തിലും ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈവിടില്ല. നമ്മൾ ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് വഴികാട്ടിയായിട്ട് നമുക്ക് മാർഗദർശനം തന്നുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ഒരു മനുഷ്യ ജന്മത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് തദപി അർത്ഥതം അദ്രുവം. ഇത് വളരെ വിരളമാണ്, പക്ഷെ അതേസമയം അർത്ഥമുള്ളതാണ്, വിലയുള്ളതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വിലമതിക്കാനാവാതെ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്, എപ്പോഴും ലഭിക്കുന്ന ഒന്നല്ല. നാം 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് മനുഷ്യജന്മം. അപ്പോൾ ആ മനുഷ്യജന്മത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ധർമ്മം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അല്ലേ. ആഹാര നിദ്ര ഭയമൈഥുനം സമന്യമേതത് പശുഭിർ നരാന ധർമ്മോഹി തേഷോ അധികോ വിശേഷോ ധർമ്മേ നഹീന പശുഭിർ സമാന എന്നാ പറയുന്നത് ശാസ്ത്രം.
നമ്മളും ധർമ്മം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മളും ആരാണ്? രണ്ട് കാലുള്ള മൃഗങ്ങളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആഹാരം, നിദ്ര, ഭയമൈഥുനം ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? മൃഗങ്ങളും മനുഷ്യരും ഒരേപോലെ ചെയ്യുന്നു. നമ്മൾ കുറച്ചുകൂടി സൗകര്യത്തിൽ അതൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോ ധർമ്മം തിരിച്ചറിയുകയും ധർമ്മത്തിനനുസരിച്ചിട്ട് ഈ മനുഷ്യജന്മം നാം ഉപയോഗിക്കുകയും ചെയ്തില്ല എങ്കിൽ ആരാണ്? നമ്മൾ പാൻറ്റും ഷർട്ടും ഇട്ട അല്ലെങ്കിൽ സാരിയും ചുരിദാറും ഇട്ട രണ്ട് കാലുള്ള മൃഗങ്ങളാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ശാസ്ത്രം പറയുന്നതാണ്. അപ്പോൾ മാതാജി ഇവിടെ വന്നിരുന്നു ഞങ്ങളെയൊക്കെ മൃഗങ്ങൾ എന്ന് വിളിച്ചു എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളും അതുപോലെ രണ്ട് കാലുള്ള മൃഗങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ അത് ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ താഴ്ന്നു പോകരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ ധർമ്മത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നില്ലേ, സ്വല്പം അഭ്യസി ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. കുറച്ച് മതി, കുറച്ച് അഭ്യസിച്ചാൽ മതി, നിങ്ങളെ ഞാൻ മഹാഭയങ്ങളിൽ നിന്ന് രക്ഷിക്കാമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ വാക്കുകളെ ഒരിക്കലും സംശയിക്കരുത്, അത് പരമസത്യമാണ്. ഭഗവാനും ഗുരുവും തരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ പ്രഭുപാദ പറയുന്നുണ്ടല്ലോ അല്ലെ, ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതി, നിങ്ങളെ ഞാൻ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അത് വിശ്വസിക്കുക. ഭഗവാന്റെയും ഗുരുവിൻ്റെയും ആചാര്യന്മാരുടെയും വാക്കുകൾ വിശ്വസിക്കുക. വളരെ ദുർലഭമായിട്ട് വളരെ വിലയുള്ള ഈ മനുഷ്യജന്മം അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും വരും അല്ലേ? ഏത് രൂപത്തിൽ പോയാലും ഭഗവാൻ വരും. ഭഗവാൻ 11ാമത്തെ സ്കന്ധം ഭാഗവത്തിൽ ഉദ്ധവരോട് പറയുന്നുണ്ട്, 4 കാലും 8 കാലും 6 കാലും കാലില്ലാത്തതുമായിട്ടുള്ള ജീവികളുണ്ട്, പക്ഷേ 2 കാലുള്ള മനുഷ്യരോടാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭഗവാൻ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ അവർക്ക് മാത്രമേ എന്നിലേക്ക് വരാനും എന്നെക്കുറിച്ച് അറിയാനും എൻ്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്കും പ്രതീക്ഷയോടെയാണ് ഭഗവാൻ ഒരു ജീവാത്മാവ് മനുഷ്യ ശരീരം സ്വീകരിക്കുമ്പോൾ കാത്തിരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ നേരെ തിരിയുന്നത് അല്ലെ? നമ്മൾ ഒരു വൃക്ഷത്തിൽ 2 പക്ഷികളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ താഴത്തെ കൊമ്പിലിരുന്ന പക്ഷി അല്ലെ, ആ വൃക്ഷത്തിന്റെ എല്ലാ പഴങ്ങളും കൊത്തിത്തിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് രസിച്ചിരിക്കുകയാണ്. പക്ഷെ മുകളിലിരിക്കുന്ന പക്ഷി ഇങ്ങനെ സാഗൂതം വീക്ഷിക്കുകയാണ്, ഇവൻ എപ്പോഴാണ് തലതിരിച്ച് എൻ്റെ നേരെ ഒന്ന് നോക്കുക എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ മുകളിലെ കൊമ്പിലിരിക്കുന്നത് ആരാണ്? ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് എല്ലാ വേണ്ടാദീനങ്ങളും ഒക്കെ പ്രവർത്തിച്ച് പല കുരുക്കുകളിലും ചാടി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഒരു തവണ നാം ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ശ്രദ്ധ കാണിച്ചാൽ, ഒരു തവണ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് പോവാനുള്ള ശ്രദ്ധ കാണിച്ചാൽ, പിന്നെ നമ്മളെ ഭഗവാൻ ഗൈഡ് ചെയ്യും. ഭഗവാൻ നമുക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ജ്ഞാനം നൽകും. അപ്പൊ അതിനു വേണ്ടി ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അത്രയ്ക്കും കാരുണ്യം നമ്മളോട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ കാരുണ്യം തിരിച്ചറിയാനോ അതിനെ വിലമതിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴെങ്കിലും നാം അതേക്കുറിച്ചിട്ട് ബോധവാന്മാരാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഭാവാർത്ഥങ്ങൾ പ്രഭുപാദം നൽകുന്നതും ഇത്രയും ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഇത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ശോകങ്ങളും മോഹങ്ങളും എല്ലാം ഈ ശരീരത്തിന് മാത്രമുള്ളതാണ്. ഒരിക്കലും ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ശോകങ്ങളും മോഹങ്ങളും ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ ആത്മാവ് ശാശ്വതനാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ള പരമമായിട്ടുള്ള സത്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ പറഞ്ഞു തരുന്നത് ഈ ആത്മാവിന്റെ സവിശേഷതകളാണ്. അപ്പൊ ആത്മാവിന്റെ സവിശേഷതകൾ അത്രയും നമ്മുടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗുരുനാഥനെ സ്വീകരിച്ച് ഗുരുവിലൂടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് പ്രഭുപാദ ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണനിൽ നിന്നോ കൃഷ്ണന്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു പ്രതിനിധിയിൽ നിന്നോ നാം ഉദ്ബുദ്ധരാകണം, നമ്മുടെ അവബോധത്തെ നാം ശുദ്ധീകരിക്കണം എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കുറേ ശ്ലോകങ്ങളിലും ഭഗവാൻ പറയുന്നത് ആത്മാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഓരോ ഉദാഹരണങ്ങളിലൂടെ ഭഗവാൻ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതോട് കൂടിയിട്ട്
ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും